പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ചു കർത്താവിനെ ആരാധിപ്പാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് നമുക്ക് ഒന്നിച്ച് കർത്തൃപാദപീഠത്തിൽ പ്രാർത്ഥിപ്പാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-32 വേദഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-32 വേദഭാഗങ്ങൾ പ്രാരംഭത്തിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന പേർ വിളിക്കണം. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. രണ്ട് കാര്യങ്ങൾ, രണ്ട് പദങ്ങൾ അവിടെ കൊടുക്കുന്നു. അവൻ വലിയവനാണ്. രണ്ട്, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. സിംഹാസനം എന്ന് പറയുന്നത് രാജാക്കന്മാർ വാണരുളുന്ന ഒരു തലമാണ്. സ്തോത്രം. അപ്പം ഇന്ന് നാം ചിന്തിക്കുന്നത്, ക്രിസ്തു, നാം വായിച്ച ആദ്യ പദം നീ വലിയവനാകും. ക്രിസ്തു ആരിലും വലിയവനാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുന്നത്, നമ്മൾ അവനെ സേവിക്കുന്നത്. അവനോടുള്ള നമ്മുടെ കൂട്ടായ്മ അഭിവേദ്യമായത്. ക്രിസ്തു വലിയവനായതുകൊണ്ടാണ്. ക്രിസ്തുവിനേക്കാൾ വലിയവൻ മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആരും ഈ മാർഗത്തിൽ വരികയില്ലായിരുന്നു. ഉലകത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ക്രിസ്തുവിനേക്കാൾ വലിയവൻ ഒരാളില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കൽ നാം കടന്നു വന്നതിന്റെ സാരം. രണ്ടാമത്തെ പ്രത്യേകത, ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നാം മാത്രം സംസാരിക്കുന്ന ഒരു ദൈവമല്ല, നാം പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു ദൈവമല്ല, നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ്. അത് ക്രിസ്തുവിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അത് ക്രിസ്തുവിന്റെ വലിപ്പത്തെയാണ് കാണിക്കുന്നത്. പ്രിയരെ, ഈ വേദഭാഗത്തിനകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-32 ഈ വേദഭാഗത്തിനകത്ത് ക്രിസ്തു വലിയവരാണെന്ന് അവന്റെ ജനനത്തിങ്കലെ ചിത്രീകരിക്കുക. ക്രിസ്തു വലിയവനാകുന്നത് 5 കാര്യങ്ങളിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തു വലിയവനാണ് എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറി. ക്രിസ്തു വലിയവനാണെന്ന് ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ പൗലോസ് പറയുന്ന മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു വലിയവനാണെന്ന് ഇന്ന് പകൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തു വലിയവനാണെങ്കിൽ നിശ്ചയം അവൻ നിങ്ങളെയും വലിയവനാക്കി തീർക്കും. അവൻ നിങ്ങളുടെയും വലിയവനാക്കി തീർക്കും. എങ്ങനെയാണ് നിങ്ങളെ വലിയവനാക്കുന്നത്? പുസ്തകത്തിൽ വാക്യമുണ്ട്, അവൻ ദരിദ്രന്മാരെ അവൻ കുപ്പയിൽ നിന്നും ഉയർത്തി, താണവരെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നു. അത് ക്രിസ്തുവിന്റെ വലിപ്പത്തിന്റെ മറ്റൊരു തലമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അവൻ ക്രിസ്തുവിന്റെ വലിപ്പം എന്താണെന്ന് നീ മനസ്സിലാക്കിയാൽ നീ ചെല്ലുന്നിടത്ത് ക്രിസ്തു നിന്നിലൂടെ വെളിപ്പെട്ടു വരാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഞാനും നിങ്ങളും അല്ല അവൻ ജനത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടത്, മറിച്ച് എന്നിലൂടെയും നിന്നിലൂടെയും ക്രിസ്തുവാണ് വെളിപ്പെട്ടു വരേണ്ടത്. എന്നിലൂടെയും നിന്നിലൂടെയും ക്രിസ്തുവാണ് പ്രദർശിപ്പിക്കപ്പെടേണ്ടത്. ക്രിസ്തു പ്രദർശിപ്പിക്കപ്പെട്ടാൽ നിശ്ചയം വിടുതലുണ്ടാകും. യോഹന്നാൻ പറയുന്ന ഒരു പദം, അവനോ വളരണം, ഞാനോ കുറയണം. അതെ, അവൻ വളരണം, ഞാൻ കുറയണം. എന്താ യോഹന്നാനെ പറയാൻ കാരണം? അവൻ വലിയവനാണ്. യോഹന്നാന്റെ ചില പദങ്ങളും പരാമർശങ്ങളും ക്രിസ്തുവിന്റെ വലിപ്പത്തെ വർണ്ണിക്കുകയാണ്. അവൻ എന്റെ പുറകെ വരും, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും. എന്റെ പുറകെ വരുന്നവൻ അവൻ നിങ്ങളെ ജലം കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അവൻ എന്നെക്കാളും വലിയവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറണിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് പകലത്തെ ദൈവമക്കൾ,
ആത്മാവിൽ ആ ദൂതേറ്റെടുക്കും. അതെ, എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ എന്റെ യേശുവ, എന്റെ വിഷയങ്ങളെക്കാൾ വലിയവൻ എന്റെ യേശുവ, എന്റെ കടഭാരത്തെക്കാൾ വലിയവൻ എന്റെ യേശുവ, എന്റെ രോഗത്തെക്കാൾ വലിയവൻ എന്റെ യേശു. ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും നമ്മൾ എന്തിനെയാണോ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും അതിന്റെ നടുവിൽ യേശുവിനെ വലിയവനാക്കാമെങ്കിൽ, യേശുവിനെ വലിയവനാക്കാമെങ്കിൽ ഇന്ന് പകൽ നിശ്ചയം നിന്റെ ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം കാൽക്കീഴിലെ പൊടി എന്ന് വേണം അത് തച്ചുടയപ്പെടുവാനിടയായിത്തീരും. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിൽ ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറാണ്? അതെ, അവരെ പോലെ വലിയവൻ, വലിപ്പമുള്ളവൻ അവൻ 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 മറ്റാരുമില്ല. ഭൂമിയിൽ ഭൂഖണ്ഡത്തിൽ ചരാചരങ്ങളിൽ നിർമ്മിച്ചു. 90-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ, മോശ എഴുതുമ്പോൾ, അഹരോൻ തന്റെ സഹോദരനായ അഹരോന്റെ മരണത്തിങ്കൽ താൻ എഴുതുന്ന ഒരു വേദഭാഗം 90-ാം സങ്കീർത്തനം, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വേദഭാഗം. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വേദഭാഗം. അതിനകത്ത് ചില പദങ്ങൾ മോശ പറയുന്നുണ്ട്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ്, നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം തന്നെ. കേട്ടോ, ആ പദം വളരെ ശ്രദ്ധമേറിയ പദമാ. എന്താണ് പറഞ്ഞത്? പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ്, നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ പൊടി മുളച്ചു വന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. പർവ്വതം ഉണ്ടാകുന്നതിന് മുമ്പ്, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവൻ മോശ പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചന കൃപയും സത്യവും നിറഞ്ഞവരായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പുസ്തകം തുടങ്ങുന്ന ആദിയിൽ സ്തോത്രം ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി. എന്നാൽ ആകാശവും ഭൂമിയും ആദിയിൽ ദൈവം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അർത്ഥം, ഒരു മർമ്മം മറന്നു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നുള്ള സത്യമാണ്. പക്ഷെ ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? നാം സേവിക്കുന്ന കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് വലിയവനാണെന്ന് പറയാൻ കാരണം. അവനെ പോലെ സ്തോത്രം വലിപ്പമേറിയവൻ, ശക്തനായവൻ മറ്റാരുമില്ല. പ്രിയരെ, നൂറുകണക്കിന് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ക്രിസ്തുവിന്റെ വലിപ്പത്തെ അവനോളം തുല്യം ചൊല്ലാൻ ആരുമില്ലാത്തതിന്റെ കാരണം യേശുവിനെ മാത്രം പറയാൻ കഴിയുന്ന ചില പ്രത്യേകതകളുണ്ട്. അവനോളം അവൻ വലിയവൻ ആരുമില്ല. യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേ സ്തോത്രം, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെല്ലാവരും. സ്തോത്രം. എന്നാൽ യോഹന്നാനേക്കാൾ വലിയവരായിട്ട് ഈ ഉലകത്തിൽ ആരുമില്ല. പക്ഷെ യേശു കർത്താവിനെ നോക്കിക്കേ, ഒരു സ്ത്രീയിൽ നിന്നും ജനിച്ചവരല്ല, വിശേഷാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാണ് അവൻ യേശു എന്ന് പറയുന്നത്. കേട്ടോ, അവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവരാരുമില്ല എന്ന് പറയുമ്പോൾ യോഹന്നാനേക്കാൾ വലിയവരൊരാളുണ്ട്. പക്ഷെ അവൻ സ്ത്രീകളിൽ നിന്നല്ല ജനിച്ചത്, അവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ വലിയവൻ മറ്റാരുമില്ല. അവനൊരു രാജ്യത്വമുണ്ട്. പ്രിയരെ, അവനൊരു രാജ്യത്വമുണ്ട്. രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ അവൻ ഒരു രാജാവാണ്. രാജാവ് എന്ന പദം കൊണ്ട് ഞാൻ നിർത്തുന്നില്ല, അതിലപ്പുറം ഒരു പദം ഞാൻ പറയാം. അവൻ രാജാതി രാജാവാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. The kings of king. അതെ, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം
ചെങ്കോലും കിരീടവും ഉള്ളവരാണ് രാജാവ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യേശുവിന്റെ ജനനത്തെങ്കിലും യേശുവിന്റെ മരണത്തെങ്കിലും യേശുവിന് രാജാവ് തെളിയിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങൾ മാത്രം വിശദീകരിക്കാം. ഒന്നാമത്തെ പദപ്രയോഗം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് രാജാവ് ചോദിക്കുന്ന ഒരു പദം. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എവിടെ എവിടെ? കണ്ടോ, അവൻ ചെങ്കോലില്ല, കിരീടമില്ല, ജനിച്ചത് പട്ടുമത്തിലല്ല, കൊട്ടാരത്തിലല്ല, പക്ഷേ അവൻ രാജാവാണെന്ന് ഉലകത്തിലെ രാജാവ് അംഗീകരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ. അതുകൊണ്ട് കേവലം രാജാവ് എന്ന് പറഞ്ഞ് യേശുവിനെ വില കുറയ്ക്കാൻ സാധ്യമല്ല. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവനെ പോലൊരു രാജാവ് ഉലക ചരിത്രത്തിൽ മറ്റാരുമില്ല. അത് കഴിഞ്ഞ് യേശുവിന്റെ മരണത്തിൽ പീലാത്തോസ് ഒരു മേലെഴുത്തുണ്ടാക്കി വെച്ചത്. ആ മേലെഴുത്തെന്ന് പറയുമ്പോ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചപ്പം അവൻ കൊട്ടാരത്തിലെ രാജാവ് പറഞ്ഞു യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു. മരിച്ചപ്പോൾ ഒരു ഒരു ഭരണാധികാരി പീലാത്തോസ് പറയുക അവൻ സ്തോത്രം താ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ. ചെങ്കോലില്ല, കിരീടമില്ല, രാജതുല്യമായ അല്ലെങ്കിൽ രാജതുല്യമായ കൊട്ടാരങ്ങളോ ബംഗ്ലാവുകളോ ഇല്ല. പക്ഷെ ജനിച്ചപ്പോഴേ രാജാവെന്ന് പറഞ്ഞു, മരിച്ചപ്പോഴും അവൻ രാജാവെന്ന് പറഞ്ഞു. യാതൊരു സംശയമില്ല. പ്രിയരെ, ഇന്ന് പകലിൽ രാജാതിരാജാവും കഥാതികർത്താവുമായ യേശു കർത്താവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വാവുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തെങ്കിൽ ഇന്ന് പകൽ മറന്നു പോകരുത്. ഒരേ ഒരു രാജാവ്, അവൻ രാജാതിരാജാവാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ ആ രാജാവിന് കഴിയാത്തതായി അവൻ സ്തോത്രം ഒന്നും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. അടുത്ത പദം 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 7-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 7-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 16-ാം വാക്യം. എല്ലാവർക്കും ഭയം പിടിച്ചു. എല്ലാവർക്കും ഭയം പിടിച്ചു. വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ഇപ്പൊ യേശു വലിയവനായെന്ന് തെളിയിക്കുന്ന ആദ്യത്തെ പദം യേശു രാജാവാണ് എന്നുള്ള ബൈബിൾ പറയുന്ന പദമാണ്. രണ്ടാമത്തെ പദം ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റു. സ്തോത്രം. അവനൊരു വലിയ പ്രവാചകനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു തമ്പുരാൻ ഒരു വലിയ പ്രവാചകനാണെന്ന്? അതെ, നമ്മുടെ ഇടയിൽ നിന്നും ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റു. അപ്പൊ രാജാക്കന്മാരുടെ രാജാവ് മാത്രമല്ല, അവൻ പ്രവാചകന്മാരെക്കാൾ വലിയ പ്രവാചകനാണ്. യേശുവിനെ പോലെ ഒരു പ്രവാചകൻ ഉലകം കണ്ടിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് യേശു ജനിക്കുമെന്ന് പ്രവചിച്ച യെശയ്യാവ്. സ്തോത്രം. എന്നാൽ ജനിച്ചതിനു ശേഷം യോഹന്നാനെ കൊണ്ട് വരാൻ പോകുന്ന സംഭവത്തെ ചമച്ചവൻ കർത്താവ്. കേട്ടോ, താൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ചു ജീവിച്ച നാളുകളും അത് കഴിഞ്ഞുള്ള അനന്തര സംഭവങ്ങളും ഭൂമിയുടെ അവസാനം വരെയുള്ളത് പ്രവചന ശബ്ദത്തിൽ ദൈവസഭയ്ക്ക് യോഹന്നാനിലൂടെ കൈമാറി. ഇതുപോലൊരു വലിയ പ്രവാചകൻ വേറെയുണ്ടോ? അതുകൊണ്ടാണ് യേശയ്യാ പറയുന്ന മഹത്വഗോചരമായ ഉൾക്കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറയുന്നത്. പ്രിയരെ, യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ യാതൊരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. യേശുവിനെ പോലൊരു പ്രവാചകൻ വേറെ ഇല്ല. സ്തോത്രം. ഉലകത്തിൽ ഉള്ള സകല പ്രവാചകന്മാരും ഒരു ഉപകരണം മാത്രമാണ്. യേശു പറയാതെ ഒരു പ്രവാചകനും ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ആ പ്രവചനത്തെ ഊഹാപോഹമെന്ന് പറയാനേ പറ്റൂ. ആ പ്രവചനത്തെ ആളുകളുടെ കയ്യടി കിട്ടാൻ എന്നേ പറയാൻ പറ്റൂ. യേശു പറയാതെ ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിനെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ല. എന്താണ് പ്രവചനം? എന്തേലും പറഞ്ഞ് സ്വപ്നലോകത്തേക്ക് എത്തിക്കുന്നതിന്റെ പേരാണോ പ്രവചനം? അല്ലെങ്കിൽ സ്വപ്നം കാണാൻ വേണ്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മെ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ പേരാണോ പ്രവചനം?
സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എന്താണ് പ്രവചനം എന്ന് എഴുതിയിട്ടുണ്ട്? ഒരുവൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിക്കുന്നത് അത്രേ പ്രവചനം. പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാതെ, ദൈവം ഇടപെടാതെ ഒന്നും സംസാരിക്കാൻ സാധ്യമല്ല. ദൈവശബ്ദം കേൾക്കുന്ന ഒരു പ്രവാചകന് മാത്രമേ ജനത്തിന്റെ മേൽ ദൈവശബ്ദം കൈമാറാൻ സാധിക്കൂ. ദൈവശബ്ദം കേട്ട ഒട്ടനവധി പ്രിയപ്പെട്ടവർ തിരുവചനത്തിനകത്തുണ്ട്. ദൈവശബ്ദം കേൾക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ദൈവശബ്ദം കേൾക്കുന്നവർ തച്ചുടയപ്പെടത്തില്ല. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന പ്രവാചക ശബ്ദം വെളിപ്പെടുമ്പോഴും അവൻ വീടിന്റെ മുറ്റം വിട്ടു പോകുന്നതിന് മുമ്പ് ദൈവാത്മാവ് വീണ്ടും ഇടപെടുകയാണ്. നിന്റെ ആയുസ്സിനെ നീട്ടിയിരിക്കുന്നു. നയമാൻ പ്രവാചകന്റെ അടുക്കൽ ചെന്നപ്പോ പ്രവാചകൻ പറയുകയാണ്, നീ 7 വട്ടം പോയി കുളിക്കുക. അപ്പൊ ഇങ്ങനെ പ്രവചന ശബ്ദങ്ങൾക്ക് വില കൊടുത്തവർ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. നയമാൻ ആദ്യമൊക്കെ ഒന്ന് വിസമ്മതിച്ചെങ്കിലും ഇവിടെ അടുത്ത് പുഴകളും തോടുകളും ഒക്കെ ഇല്ലേ, എന്നാൽ ഇത്രയും ദൂരെ കടന്നു എന്ന് അവിടെ തന്നെ ചെല്ലണോ എന്നൊക്കെ ചോദിച്ചപ്പോഴും തന്റെ കൂടെ നിൽക്കുന്നവർ നയമാനോട് പറഞ്ഞു, നീ പോകണം. പ്രവാചകനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞു നീ ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ യോർദാനിൽ പോയി 7 വട്ടം കുളിച്ചപ്പോഴായി. 6-ാം തവണ മുങ്ങിപ്പൊങ്ങിയപ്പോഴും ഒന്നും സംഭവിച്ചില്ല. 7-ാം തവണ മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവന്റെ ശരീരത്തിലെ കുഷ്ഠം മാറി. അവൻ ഒരു ചെറിയ ബാലനെ പോലെ ആയെങ്കിൽ അവന്റെ ശരീരം ആ കുഷ്ഠം മാറി നോർമലായ ഒരു ശരീരമായെങ്കിൽ ഇതുപോലെ പ്രവചന ശബ്ദത്തിന് അവൻ ചെവി കൊടുക്കുന്നവരുടെ ലൈഫിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവശബ്ദം നമ്മെ അറിയിച്ചത്, യഹോവയുടെ ആലോചന മാത്രമേ ഈ ആണ്ടിൽ നിവൃത്തിയാകപ്പെടത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവജനം അവൻ സഭയ്ക്കകത്ത്, ശ്വാസ കുടുംബങ്ങൾക്കകത്ത് അവൻ യഹോവയുടെ ആലോചന മാത്രമേ നിവൃത്തിയാകത്തുള്ളൂ. വേറെ ഒരു ആലോചനകളും നിവൃത്തിയാകത്തില്ല. പ്രവചനം കേൾക്കുന്നതും പ്രവാചകന്മാരെയും സൂക്ഷിക്കും. പൗലോസ് നല്ലൊരു പ്രവാചകനായിരുന്നു. പൗലോസിന്റെ പുറകെ വേറൊരു പ്രവചനമായി വേറൊരു വന്നിരുന്നു. അവളുടെ പേര് വെളിച്ചപ്പാടത്തിക്കാരി. അവൾ പറഞ്ഞൊരു ദൂത്. എന്താ പറഞ്ഞത്? അത്യുന്നതിന്റെ ദാസന്മാർ, നിങ്ങൾ സദ്വർത്തമാന ഘോഷിക്കാൻ വന്നവർ. സത്യമല്ലേ പറഞ്ഞ ദൂതെല്ലാം കറക്റ്റാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ദൂത് കറക്റ്റാന്ന് പറഞ്ഞ അമ്മാമ്മയെ വിളിച്ചൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മളങ്ങ് വെക്കും. ഏതാത്മാവിൽ അമ്മാമ്മ വന്നേക്കുന്നത് നമുക്കും അറിയത്തില്ല. സ്വന്തം എന്നാൽ ദൂതൊക്കെ പ്രവചനാത്മാവുള്ള പൗലോസിന് പിടികിട്ടിയെങ്കിലും ഒരിക്കൽ അവളെ തിരിഞ്ഞു നോക്കി, മുഷിഞ്ഞു നോക്കി, ശ്വാസിച്ചു വിട്ടുപോകാൻ പറഞ്ഞു. മുഷിഞ്ഞു നോക്കിയപ്പോഴേ ആ മുഷിഞ്ഞു നോട്ടത്തിൽ അവളിൽ വ്യാപരിച്ച് ദുഷ്ടശക്തി പുറത്തുപോയി. എന്താ കാരണം? പ്രവചനാത്മാവുള്ളവൻ സകലത്തെയും വിവേചിക്കും. പ്രവചനാത്മാവുള്ളവൻ മാത്രമല്ല, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. ആത്മീയനാണോ വിവേചിപ്പാനുള്ള ദൈവകൃപയുണ്ട്. ആത്മീയനാണോ വിവേചിപ്പാനുള്ള കരുത്തിന്റെ അകത്തുണ്ട്. പലപ്പോഴും വിവേചിക്കാൻ കഴിയാത്ത കാര്യം ആത്മീയനല്ലാത്തതുകൊണ്ടാണ്. ജനീകമായ അവൻ കാര്യങ്ങൾ നിന്നെ പുണരുന്നത് കൊണ്ടാണ്. എന്നാൽ ജനീകമായ കാര്യങ്ങൾ നിന്നെ വിട്ടകന്നു പോയി നീ ആത്മീയനായിത്തീരുമ്പോൾ സകലത്തെ വിവേചിപ്പാനുള്ള ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെട്ടു വന്നിരിക്കും. കണ്ടോ? യേശു വലിയവനാണെന്ന്, യേശുവിനേക്കാൾ വലിയവൻ മറ്റാരുമില്ല എന്ന് വെളിപ്പെടുത്തുന്ന പദപ്രയോഗങ്ങളും. അവൻ രാജാവാണ്, നിത്യമായ രാജാവാണ്. അവൻ രാജാവായി വീണ്ടും വരും. രണ്ടാമത്തെ പദം പ്രവാചകനാണ്. അവൻ വലിയ പ്രവാചകനാണ്. ഉണ്ടോ? ഒരു വലിയ പ്രവാചകനെ. പഴയ നിയമത്തിനകത്ത് വലിയ പ്രവാചകന്മാരുമുണ്ട്, ചെറിയ പ്രവാചകന്മാരുമുണ്ട്. പുതിയ നിയമത്തിനകത്ത് പ്രവാചക ശുശ്രൂഷ ശക്തമായി വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവിലൂടെയാണ്. പേര് വിളിച്ച് ശുശ്രൂഷ ചെയ്തത് യേശുവാണ്. കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുന്ന സക്കായിയെ എന്ന് പേര് വിളിച്ച് താഴെ ഇറക്കിയത് യേശുവാണ്. സോദരൻ, പ്രവചനം അവിടെ തുടങ്ങുകയാണ്.
പിന്നെ അങ്ങോട്ട് പോയപ്പം ശമര്യക്കാരി സ്ത്രീയോട് ചോദിക്കുക, നിനക്ക് ഭർത്താവുണ്ട്? ഭർത്താവില്ലെന്നുള്ള നിനക്ക് ഭർത്താവുണ്ട്? ഇപ്പോൾ നിനക്ക് ഭർത്താവില്ല, സത്യം നിനക്ക് ഭർത്താവുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവളോട് വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രവാചകൻ തന്നെ തെളിയിക്കുക. ഈ പ്രവാചകന്റെ മറ്റൊരു സവിശേഷതയും കൂടെ പറയാം. പ്രവാചകൻ നാട്ടുകാരോട് മാത്രം പ്രവചിച്ച് നടക്കുന്നവനല്ല പ്രവാചകൻ, തന്നോട് തന്നെ പ്രവചിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. ഒരു യഥാർത്ഥ പ്രവാചകൻ തന്നോട് തന്നെ പ്രവചിക്കും. തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം അല്ല ഒരു പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, എന്നെ അവർ ക്രൂശിക്കും. തിരിച്ചൊരിക്കൽ മാളിക മുറിക്കകത്ത് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് യേശു പറഞ്ഞു, ഇതെന്റെ ശരീരം. എന്താ പറഞ്ഞതിന്റെ കാരണം? തിരിച്ചൊരിക്കൽ മാളിക മുറിക്കകത്ത് പല പാത്രം എടുത്ത് സ്തോത്രത്തിൽ ഇതെന്റെ രക്തമെന്ന് പറഞ്ഞു. എന്താ കാരണം? എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. യേശുവിനറിയാം 12 എണ്ണത്തിലെ ഒരുവൻ കെട്ടിച്ചാർന്ന് ചത്തുകളയും, ബാക്കി 11 എണ്ണത്തിലെ 10 എണ്ണം ഓടി വിളിക്കും. എന്റെ മാർവോട് ചേർത്ത് കിടന്ന യോഹന്നാൻ മാത്രമേ ക്രൂശോട് എന്നെ അടുത്തുള്ളൂ. എന്താണ് കാൽവരിയുടെ കൊലക്കളത്തിൽ സംഭവിക്കുന്നത്? ബാക്കി 10 എണ്ണം അറിയണ്ടേ? ബ്രെഡ് നുറുക്കി അപ്പമെടുത്ത് നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് നുറുക്കപ്പെട്ടതുപോലെ എന്റെ ശരീരം തകർക്കപ്പെടും. ഫലപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലിട്ട് പറഞ്ഞു, മുന്തിരി ചക്ക വീട് അവസാനത്തുള്ളിൽ ചാറ് പിഴുതെടുക്കുന്നത് പോലെ എന്റെ രക്തമോ രുചി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഒരു ശിഷ്യഗണം, എന്നാൽ കൂടെ നിന്ന് എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ മാർവോട് ചേർന്ന് കിടന്നവൻ. യോഹന്നാനിലൂടെ പ്രവചന ശബ്ദം എഴുതിപ്പിച്ചതിന്റെ കാരണം മാർവോട് ചേർന്നുകൊണ്ടതായിരിക്കാം. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മാർവോട് ചേർന്ന് കിടക്കുന്നവരായിരിക്കും. ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്നവർ മാത്രമേ കാലഘട്ടത്തിന്റെ പ്രവാചകരാകാൻ പറ്റൂ. പലപ്പോഴുമൊക്കെ വായിന്നു വരുന്ന വാക്കുകളല്ല പ്രവചനം, പലപ്പോഴുമൊക്കെ ഒഴുകി വരുന്ന ഒരു വെള്ളമല്ല പ്രവചനം. മറിച്ച് കർത്താവിന്റെ മാർവോട് ചേർന്ന് കിടന്നെങ്കിൽ മാത്രമേ ആ പ്രവചനം ശുദ്ധമായി നമ്മുടെ അകത്ത് ഇത് വെളിപ്പെടുത്തും. 3-ാമത്തെ പദത്തിലേക്ക് വരാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വലിയ പ്രവാചകൻ, നമ്മുടെ കർത്താവ് രാജാവ് തന്നെയാണ്. അതിനപ്പുറമായി അവർ വലിയ പ്രവാചകൻ തന്നെയാണ്. അവരെ പോലെ തുല്യമക്കാരായി മറ്റാരുമില്ല. ഇന്ന് വായിച്ചാട്ടെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം വലിയ പ്രവാചകനെ പോലെ, യേശുവിനെ പോലെ മറ്റൊരു പ്രവാചകൻ നമുക്കില്ല. പ്രിയരെ, പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരുടെ റോൾ മോഡൽ യേശു ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, യേശു പേര് വിളിച്ച് ഒരുത്തനെ കൊണ്ടുവരികയെ സഖായിക്ക് മുമ്പ് യേശു പേര് വിളിച്ചിരുന്നു. അവൻ സ്തോത്രം. എവിടെയാണെന്നറിയാമോ? ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ ഫോളോ മീ എന്ന് പറഞ്ഞ്, പിൻഗമിക്കുക എന്ന് പറഞ്ഞു ഓരോരുത്തരെ വിളിച്ചു വേർതിരിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു പ്രവചന ശബ്ദമാണ് അവിടെയും വെളിപ്പെട്ടു വരുന്നത്. വായിക്കാം തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത മതി. ഇതെല്ലാം ഒന്ന് വിശദീകരിക്കണമെന്നുള്ള സമയമില്ല. തീത്തോസ് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു വലിയവരാണെന്ന് തെളിയിക്കുന്ന ഒരു പദം കിടപ്പുണ്ട്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. എന്താ ഭാഗ്യകരമായ പ്രത്യാശ? 2, മഹാദൈവവും. ആരാ മഹാദൈവം? നമ്മുടെ രക്ഷിതാവുമായ, അതാണ് നമ്മുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കാണ്. ഈ പദങ്ങളൊക്കെ
വളരെ അർത്ഥവത്തമായ പദങ്ങളാണ് തീത്തോസ് ലേഖനത്തിൽ പൗലോസ് പുസ്തകം എഴുതുന്നത്. ഈ പദത്തിന്റെ ഒറ്റ പദം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും, ആരാണ് മഹാദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പം യേശു വലിയവനാണെന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ ശബ്ദം അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയ. കണ്ണുണ്ടെങ്കിലും കാണാത്തവനല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവനല്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്തവനല്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, രക്ഷിപ്പാൻ എന്നെ രക്ഷിപ്പാൻ കഴിയാത്തവനും എന്റെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തവനും എന്റെ ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകലിൽ മഹാദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. കൃപാസനത്തോടടുത്തു ചെല്ലാൻ ഭാഗ്യം തന്ന മഹാദൈവത്തോട് സ്തോത്രം. ഞാൻ മരിക്കേണ്ടിടത്ത് മഹാദൈവം എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, ഞാൻ യാഗമായി തീർക്കപ്പെടേണ്ടിടത്ത് അറുക്കപ്പെട്ട കുഞ്ഞാൻ എനിക്ക് വേണ്ടി യാഗമായി തീർക്കപ്പെട്ടത് കൊണ്ട്, യോഹന്നാന്റെ ഒരു പദം ഇതാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയരെ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്റെ മഹാദൈവം. ഞാൻ ആരാധിക്കുന്ന എന്റെ വീരപുരുഷൻ എന്ന് പറയാ. ഇത് വകയിൽ എത്ര പേർക്ക് അവൻ കൃപയുണ്ട്. അവൻ അതെ, അവൻ മഹാദൈവം തന്നെയാണ്. അവൻ മഹാദൈവം തന്നെയാണ്. മഹാദൈവത്തിന്റെ പ്രത്യേകത ഒത്തിരി ദൈവങ്ങൾ ഈ ലോകത്തിലുള്ളപ്പോ, മനുഷ്യ ദൈവങ്ങളും ആ ദൈവങ്ങളും അല്ലാതെ ഒരുപാട് ദൈവങ്ങൾ ഈ ഭൂമിയിലുള്ളപ്പോൾ, എന്താണ് യഥാർത്ഥ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് ബൈബിൾ അടിസ്ഥാനത്തിൽ പേരിൽ ഒറ്റവാക്കി പറഞ്ഞു പോകും. യഥാർത്ഥ ദൈവത്തിന് ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റി ഉള്ള ആളെ ദൈവം എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഈ ലോകത്തിൽ കാണുന്ന ഒന്നും മഹാദൈവമാണ്, ഏകദൈവമാണെന്ന് ചിന്തിക്കരുത്. എന്താണ് ബൈബിൾ പറയുന്ന ദൈവത്തിലുള്ള ക്വാളിറ്റി? ഒന്ന്, ദൈവമാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ സർവശക്തനായിരിക്കും. രണ്ട്, അവൻ സർവജ്ഞാനിയായിരിക്കും. മൂന്ന്, അവൻ സർവവ്യാപിയായിരിക്കും. നാളെ മുതൽ ഞാൻ പറയുക, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ എന്റെ അകത്ത് ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരു പ്രഭാതം ഉദിക്കുമ്പോൾ ഞാനാണ് ഈ ലോകത്തിലെ ദൈവം എന്ന് പറയാൻ പറ്റും. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഈ മൂന്ന് ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തിയെ ദൈവം എന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ ആരാധിക്കുന്ന എന്റെ വീരപുരുഷനായ യേശു ക്രിസ്തു മഹാദൈവം തന്നെ എന്ന് പറയാൻ ഉള്ള ചങ്കുറപ്പ് അവൻ ഒറ്റ പദത്തിലാണ്. ഈ മൂന്ന് പദപ്രയോഗങ്ങളും എന്റെ കർത്താവിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അവൻ സർവശക്തനായ ദൈവമാണ്. ഭൂമി ഉണ്ടാക്കിയവനാണ്. പഞ്ചസാര നാടി കൊണ്ട് അവൻ സ്തോത്രം, അവൻ വെള്ളത്തെ അളന്നവനാണ്. സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ പോലെ സർവശക്തനായ ഒരു ദൈവമില്ല. സർവശക്തനായ ദൈവത്തിന്റെ ഒരു കാര്യം പറയാം, എന്ത് ചോദിച്ചാലും ആരെന്ത് ചോദിച്ചാലും കൊടുത്തിരിക്കണം. ഒരാൾ സമ്പത്ത് ചോദിച്ചാൽ കൊടുക്കണം, ഒരാള് രോഗശാന്തി ചോദിച്ചാൽ കൊടുക്കണം, ഒരാള് ഭൂതോപദ്രവം വാദിച്ചാൽ കൊടുക്കണം. ഇതെല്ലാം 3.5 വർഷത്തെ തന്നെ ശുശ്രൂഷ വെളിപ്പെടുത്തി ആർക്കെന്തോ വേണം അതെല്ലാം തമ്പുരാൻ കൊടുത്തു. ആരെയും കൊടുക്കാതെ പറഞ്ഞു വിട്ടിട്ടില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചിരുന്ന ദൈവശക്തനാണ്. ഉറപ്പിച്ചു പറയാനുള്ള കാരണം ഒരു വാക്യമുണ്ട്. എന്താ വാക്യം? മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ, അടുത്തവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആവശ്യം എന്റെ ദൈവത്തോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ദൈവത്തിന്റെ കരത്തിലില്ലെങ്കിൽ
ആ നിമിഷം എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കി തരുന്നവരാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്റെ സൃഷ്ടിതാവാണ്. അതാണ് സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത. രണ്ട്, സർവജ്ഞാനിയായ ദൈവം. എന്താണ് സർവജ്ഞാനി എന്ന് പറയുന്നത്? മലയാളത്തിൽ ഞാൻ പ്രാർത്ഥിച്ച എന്റെ മലയാളത്തിലെ പ്രാർത്ഥന ദൈവത്തിന് മനസ്സിലാകും. ചൈനക്കാരൻ ചൈനയിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ ഭാഷ ദൈവത്തിന് മനസ്സിലാകും. അമേരിക്കക്കാരൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും അവന്റെ ഭാഷയും ദൈവത്തിന് മനസ്സിലാകില്ല. ലോകത്തിൽ എത്രയൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകളിൽ നിന്നൊക്കെ ദൈവജനം യേശുവേ എന്ന് നിലവിളിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾപ്പാൻ കരുത്തുള്ളവരായിരിക്കണം ദൈവം. കണ്ടോ? സർവജ്ഞാനി തന്നല്ലേ? സർവജ്ഞാനി തന്നല്ലേ? സർവജ്ഞാനി തന്നല്ലേ? അടുത്ത പദം സർവവ്യാപിയായ ദൈവം. സർവവ്യാപി എവിടെയും കാണും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെ 7 മുതൽ 10 മണി വരെയുള്ള കരിപ്പുഴയിലെ സഭായോഗത്തിനകത്ത് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന അതേ ദൈവം മാവേലിക്കര ടൗണിൽ മറ്റൊരു ആരാധന ഇതേ സമയത്ത് നടക്കുന്നെങ്കിൽ അവിടെയും ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള ആരാധനകളിൽ ദൈവജനം ഒന്നിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരിടത്ത് മാത്രമല്ല അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്, മറിച്ച് 2 or 3 പേർ അവന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവിടെയെല്ലാം അവന്റെ സാന്നിധ്യം അനുഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയും, ഈ ഞായറാഴ്ച അനീഷിന്റെ സഭയിലാണ് ഞാൻ വരുന്നത്, അടുത്ത ഞായറാഴ്ച വേറൊരാളുടെ സഭയിലാണ് ഞാൻ വരുന്നത്. ഇങ്ങനെ പോയാൽ എന്തോ ചെയ്യും? എന്നാൽ 2 പേർ ഇവിടെ കൂടിയിരുന്ന് ആരാധിച്ചാൽ നമ്മുടെ സഭയിൽ 7 തൊട്ട് 10 വരെ ആണെങ്കിലും ഈ സമയത്ത് നാം ആരാധിക്കുമ്പോൾ ഇവിടെ ഇറങ്ങി വരുന്ന അതേ ദൈവസാന്നിധ്യം ലോകത്തിന്റെ ഏത് വൻകരയിലും ഇതേ ടൈം സോണിൽ ആരാധിച്ചാൽ അവിടെയും ഇറങ്ങി വരാൻ കരുത്തുള്ള ദൈവസാന്നിധ്യമാണ്. അതുകൊണ്ടാണ് എന്റെ ദൈവത്തെ സർവവ്യാപി എന്ന് വിളിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറയാം. അങ്ങോട്ട് ചെന്ന് കാണേണ്ടവനല്ല എന്റെ ദൈവം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഹൃദയം നുറുങ്ങിയും മനോവേദനയോടെ എന്റെ കണ്ണുകൾ നിറഞ്ഞ എന്റെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുന്നവന്റെ പേരാണ് എന്റെ ദൈവം. ഇറങ്ങി വരുന്നവന്റെ പേരാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ദൈവം മഹാദൈവമാണ്. എന്റെ ദൈവം മഹാദൈവമാണ്. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സംസ്ഥാനത്ത് ഒരു ദൈവദാസനെ പിടിച്ച് ചാണകം തീറ്റിക്കുന്ന ഒരു രംഗം. ഇതൊക്കെ പാസ്റ്റർമാർക്ക് നേരെ ആഞ്ഞടിക്കുമ്പോഴും ഉപദ്രവങ്ങൾ നേരിടുമ്പോഴും ഞങ്ങളാരും പിന്മാറിപ്പോകാത്തതിന്റെ ഏക കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളും ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ വീരപുരുഷനും അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ എത്ര അടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും ഞങ്ങളുടെ പ്രസംഗം നിർത്തുകയോ ഞങ്ങളുടെ ആരാധനയ്ക്ക് കുറവ് സംഭവിക്കുകയോ ചെയ്യാത്തതിന്റെ ഏക കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം മഹാദൈവമായതുകൊണ്ടാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം മഹാദൈവമായതുകൊണ്ടാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്നെ വിടുവിപ്പാൻ കരുത്തുള്ളവരോട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുറവുള്ളവരോടല്ല, ബലഹീനരോടല്ല, എന്റെ ആവശ്യങ്ങൾ ചെയ്തു തരാൻ കഴിയാത്തവരോടല്ല. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നെ വിളിക്കാവൂ എന്ന് പറയുന്ന ഒരുവനോടല്ല. ഏതു സമയത്തും
ഏതിടത്ത് ഞാൻ നിലവിളിച്ചാലും അവിടെ ഇറങ്ങി വരുന്ന കരുത്തുള്ളൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ കഴിഞ്ഞേക്കാം, പാസ്മാരെ തല്ലാനും കൊല്ലാനും കഴിഞ്ഞേക്കാം, അവരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അവരുടെ വായിലേക്ക് ചാണകം തീറ്റിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയാം, ഞങ്ങളുടെ അകത്തു കത്തുന്ന അഗ്നി അടയ്ക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഏക വെളിപ്പാട്, അവൻ മഹാദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, മഹാദൈവമാണ്. ആ പദം ഭയങ്കര ശക്തിയുള്ള പദമാണ്, മഹാദൈവം. അടുത്ത പദം ഇബ്രായലേഖനം 4-ാം അധ്യായം ഇതിന്റെ 14-ാമത്തെ പദത്തിൽ വാക്യത്തിൽ അടുത്ത പദമുണ്ട്. വായിക്കാം. ഇബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നാം ഭയങ്കരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്, മഹാദൈവം യേശു ക്രിസ്തു മാത്രമാണ്. വായിച്ചാണ് ഇബ്രായലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു കണ്ടോ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് മതി. അടുത്ത പദം മഹാപുരോഹിതൻ. മഹാപുരോഹിതനെ കുറിച്ച് പറയാൻ സമയമില്ല. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ കുറിച്ചും മഹാപുരോഹിതന്മാരെ കുറിച്ചും കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരേ ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. അത് നമ്മുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അറുക്കപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക പുരുഷൻ. ആ ഏക പുരുഷന് നിർമ്മലകരികയായി ചെയ്തിരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്ന് പറഞ്ഞാൽ വിവാദിച്ച് ഉടമ്പടിക്കകത്ത് ഉടമ്പടി പറ്റിയവരാണ് നമ്മളെല്ലാവരും. എന്ന് പറഞ്ഞാൽ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ യേശുവുമായി ഒരു വിവാഹബന്ധ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ. മഹാപുരോഹിതൻ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ കഷ്ടങ്ങളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കേട്ടോ, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല നമുക്കുള്ള മഹാപുരോഹിതൻ. അവൻ നിർമ്മലനാണ്, നിർദോഷനാണ്, കഷ്ടം സഹിച്ചവനാണ്, പാപികളോട് വേർവിട്ടവനാണ്. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ വിശേഷതകളാണ് പറയുന്നത്. ഇബ്രായലേഖനത്തിൽ തന്നെ ഉണ്ട്. സ്വതന്ത്രം ഇതെല്ലാം അങ്ങോട്ട് വിവരിച്ചാൽ സമയം തികയത്തില്ല. സ്വതന്ത്രം ലേഖനകർത്താവ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വൈകാമോ വേദഭാഗം 4-ാം അധ്യായം 14-ാം വാക്യം. ദൈവത്തിന് മഹത്വം. മതി. ഇനി നമുക്കുള്ള മഹാപുരോഹിതന്റെ ഗുണങ്ങൾ എന്ന് പറയാം. ആ ഗുണങ്ങൾ അറിയുമ്പോൾ നമ്മുടെ മഹാപുരോഹിതനാണ് നമുക്ക് മനസ്സിലാവും. 15-ാമത്തെ വാക്യം വായിച്ചു. നമുക്കുള്ള മഹാപുരോഹിതൻ ആരാണ്? നമുക്കുള്ള മഹാപുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുമെന്ന് നമുക്കറിയാം. നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ആദ്യത്തെ പദം കേട്ടോ. ഒന്നാമത്തെ പദം നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. രണ്ടാമത്തെ പ്രത്യേകത പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പൊ നമ്മുടെ മഹാപുരോഹിതന്റെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതാപം കാണിക്കുന്നവരാണ് നമ്മുടെ മഹാപുരോഹിതൻ. രണ്ട്, പാപം ഇല്ലാത്തവരാണ് നമ്മുടെ മഹാപുരോഹിതൻ. അപ്പൊ പറ,
ഏതെങ്കിലും മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് എന്റെ പുരോഹിതൻ, ഇതാണ് എന്റെ മഹാപുരോഹിതൻ എന്ന് എനിക്ക് പറയാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞു അവൻ രാജാവ്, രാജാക്കന്മാരുടെ രാജാവെന്ന്. രണ്ടാമത് പറഞ്ഞു പ്രവാചകന്മാരുടെ പ്രവാചകനെന്ന്. മൂന്നാമത്തെ പദം പറഞ്ഞു മഹാദൈവമാണ്, ദൈവങ്ങളിൽ ഒരുവനല്ല, ദൈവങ്ങളെക്കാളും ഏറ്റവും ഉയർന്നിരിക്കുന്നവൻ മഹാദൈവം. സ്വതന്ത്രം മറ്റൊരു പദവും ദൈവത്തിൽ എന്റെ കർത്താവിന് ചേർന്നതല്ല. നാലാമത്തെ പദം മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞ പുരോഹിതന്മാരെക്കാളൊക്കെ വലിയവൻ. സ്വതന്ത്രം യേശുവിന്റെ വലുപ്പത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവൻ മോശയേക്കാൾ വലിയവനാണ്, അബ്രഹാമിനേക്കാൾ വലിയവനാണ്, യാഗപീഠങ്ങളേക്കാൾ വലിയവനാണ്, ഏലിയാവിനേക്കാൾ വലിയവനാണ്, പ്രവാചക ശ്രേഷ്ഠന്മാരെക്കാൾ വലിയവനാണ്. തത്തുല്യമായ അവനോട് തുല്യം വെക്കാൻ ഒരാളും വിശുദ്ധ പുസ്തകത്തിനകത്തില്ല. കാരണം എല്ലാവരിലും പാപം എന്ന ഘടകമുണ്ട്, ഇവരിൽ പാപമില്ല. അപ്പൊ നമ്മുടെ മഹാപുരോഹിതന്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതാപം കാണിക്കുന്നതാണ്. രണ്ട്, പാപമില്ലാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതൻ അത് കർത്താവ് മാത്രമാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആകയാൽ ദൈവത്തിനായി യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. സ്വതന്ത്രം 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 സ്വതന്ത്രം. അപ്പൊ മഹാപുരോഹിതൻ ഈ 6-ാമത്തെ അധ്യായം, പ്രായലേഖനം 6-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം സ്വതം എന്നേക്കും മഹാപുരോഹിതനായി. സ്വതന്ത്രം 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 സ്വതന്ത്രം. ചില ദിവസങ്ങൾക്ക് വേണ്ടിയല്ല, അവൻ എന്നേക്കും നമുക്ക് മഹാപുരോഹിതനാണ്. സ്വതന്ത്രം. അതിവിശുദ്ധ സ്ഥലത്ത് കയറി ജനത്തിന്റെ പാപപരിഹാരത്തിനായി യാഗം കഴിക്കുന്നവൻ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ ആ അതിവിശുദ്ധ സ്ഥലത്തിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം അത് ഭയങ്കരമാണ്. ഏതെങ്കിലും ഒരു മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടാണ് അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതെങ്കിൽ ശക്തമായ ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ആ പുരോഹിതൻ അവിടെ പട്ടുകയും കയറിപ്പോകുന്ന പുരോഹിതന്മാരെ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന യാഗം, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ യാഗം കഴിക്കും. കേട്ടോ? മഹാപുരോഹിതൻ യാഗം കഴിക്കുമ്പോ പട്ട് വീണാൽ എന്ത് ചെയ്യും? ജനത്തിന് പോയി എടുക്കാൻ കഴിയത്തില്ല. ഇരുകാലികളിലും ചെങ്കലകൾ ധരിപ്പിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിടുന്നത് താൻ തന്റെ ജനത്തിനു വേണ്ടി യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സമയത്ത് താനവിടെ പട്ട് വീഴും. പട്ട് വീണ മഹാപുരോഹിതന്റെ ശരീരം എടുപ്പാൻ ഒരാൾക്കും അതിവിശുദ്ധ സ്ഥലത്ത് കയറിപ്പോകാൻ സാധ്യമല്ല. തന്നെ ധരിപ്പിച്ചിരിക്കുന്ന ചെങ്കല കൊണ്ട് ആ ശരീരത്തെ വലിച്ചു പുറത്തെടുക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നമുക്കൊരു, ഞാൻ പറഞ്ഞതിന്റെ സാരം, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി നല്ലൊരു കുഞ്ഞാടായി അറുക്കപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് താൻ ജീവിച്ചിരിക്കുന്നത് അനേകം ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ച് 40 ദിവസങ്ങളോളം ഈ ഭൂമിയിൽ പാർത്ത അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോപണം ചെയ്തു പോയി. ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, മഹാപുരോഹിതന്റെ പ്രത്യേകത അവൻ സഹതാപം, ബലഹീനതയിൽ സഹതാപം കാണിക്കുന്നവനാണ്. രണ്ട്, അവനിൽ പാപമില്ല.
പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർവിട്ടവൻ. ഇതാണ് മഹാപുരോഹിതന്റെ പ്രത്യേകത. ആ ഏക മഹാപുരോഹിതൻ യേശു ക്രിസ്തു മാത്രമാണ്. പുതിയ നിയമത്തിൽ ഒരുപാട് പുരോഹിതന്മാരില്ല. പുതിയ നിയമത്തിൽ ഏക പുരോഹിതൻ അവൻ മാത്രമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുരോഹിതന്മാരെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠൻ മഹാപുരോഹിതൻ. ഒറ്റ പദങ്ങളുടെ പറഞ്ഞു നിർത്താം. 13-ാമത്തെ അധ്യായം എടുത്താണ്. 13-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ പറഞ്ഞു. ആദ്യത്തെ പദം നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ. ദൈവത്തിന് മഹത്വം. ഇബ്രായലേഖനം 13-ാം അധ്യായം 20-ാം വാക്യത്തിനകത്ത് ഉണ്ടോ? ഇബ്രായലേഖനത്തിലാണ് ഈ മഹാപുരോഹിതൻ വലിയ ഇടയൻ എന്നൊക്കെയുള്ള പ്രത്യേകതകൾ വന്നേക്കുന്നത്. പഴയ നിയമത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ കൊട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഇബ്രായലേഖനത്തിലാണ്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ. സ്തോത്രം. എന്നും എന്നും രക്തമൊഴുക്കപ്പെടേണ്ട കാര്യമില്ല. എന്നേക്കുമായി അവൻ രക്തം ഒഴുക്കപ്പെട്ടു. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. ഇനി ഒരു ക്രൂശീകരണവും ഇല്ല. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്നേക്കുമായി ഒരു യാഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നടന്നു കളഞ്ഞു. ആ യാഗത്തിന്റെ പ്രത്യേകതയാണ് അവൻ മഹാ ഇടയന, വലിയ ഇടയന. വലിയ ഇടയനാണ്. ഇന്ന് പകൽ കാലം എത്ര പേർ അത് വിശ്വസിച്ചു? അവൻ വലിയ ഇടയനാണ്. ആടുകളുടെ ജനത്തിന്റെ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടത്. പ്രിയരെ, മറന്നുപോകരുത്, അവൻ വലിയിടയനാണ്. യേശുക്രിസ്തു വലിയവനാണെന്ന് സ്ഥാപിച്ച 5 പദങ്ങളാണ്. ഒന്ന്, അവൻ രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. എവിടെ? യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ സ്വന്തം. രണ്ടാമത്തെ പദം വലിയ പ്രവാചകനാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. പേര് വിളിച്ച് സക്കായിയെ താഴെയിറക്കിയവൻ, ശമരിയക്കാരിയുടെ ചരിത്രം വിളിച്ചോതിയവൻ. ഇങ്ങനെ മഹാപ്രവാചകനാണ്, വലിയ പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെയാണ് സകല പ്രവചനങ്ങളും ഉളവായത്. ആ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുമെന്നൊരു പ്രവചനമുണ്ടായി. താൻ ജീവിച്ചിരുന്ന കാലയളവിൽ പ്രവചന ശബ്ദമുണ്ടായി. താൻ ജീവിച്ചു കഴിഞ്ഞ് ലോകത്തിന്റെ അവസാനം, ദൈവസഭയുടെ അവസാനം എന്തായിരിക്കുമെന്ന് യോഹന്നാനിലൂടെ പ്രവചനമുണ്ടായി. വലിയ പ്രവാചകൻ. ആമേൻ, സ്തോത്രം. അത് യേശുക്രിസ്തു. മൂന്നാമത്തെ പദം മഹാദൈവം എന്ന് തന്നെയാണ്.
സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായവൻ നമ്മുടെ മഹാദൈവം തന്നെയാണ്. ആ ദൈവത്തിന് തത്തുല്യമായി മറ്റാരുമില്ല. യേശുക്രിസ്തു മാത്രമാണ്. നാലാമത്തെ പദം മഹാപുരോഹിതനാണ്. എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സാധിപ്പാൻ ആമേൻ. നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതാപം കാണിക്കുന്നവൻ, അതുപോലെ പാപം ഇല്ലാത്തവൻ. അതാണ് നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത. അഞ്ചാമത്തെ പദം അവൻ വലിയ ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത വലിയ ഇടയൻ. ഇടയന്മാർ ഒരുപാട് പേരുണ്ടെങ്കിലും വലിയ ഇടയൻ അവൻ മാത്രം.